പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കാർ സബ്വൂഫറിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു കാർ സബ്വൂഫറാണ് നമ്മളോട് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരിതും വർക്കിംഗ് കിട്ടുന്നതും പിന്നെ കൂടുതൽ വലിപ്പമൊന്നുമില്ലാതെ നമുക്ക് ഒതുങ്ങിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു സബ്വൂഫറാണ് നമ്മളിന്നോട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇൻറ്റേർണൽ കാര്യങ്ങളും ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സർവീസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ ഈ ആംപ്ലിഫയർ നമുക്ക് സ്റ്റോക്കിൽ വന്നപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ കംപ്ലയിൻ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഹമ്മിങ് സൗണ്ടാണ് വരുന്നത്. നമുക്കിതിലേക്ക് ഓഡിയോ കിട്ടുന്നില്ല. അങ്ങനെ ഒരു കംപ്ലയിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് ആംപ്ലി സെക്ഷൻ നമ്മൾ ഊരി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഊരി നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇതിലെ പവർ സപ്ലൈ കാണുന്നുണ്ട്. അതായത് 12 വോൾട്ടിനെ 27 ആക്കുന്നൊരു ആ സെക്ഷനാണ് നമ്മൾ കാണുന്നത്. 2 മോസ്ഫെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോസ്ഫെറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബലൂൺ ട്രാൻസ്ഫോമറാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ബലൂൺ ട്രാൻസ്ഫോമറിലേക്ക് വെച്ചിട്ടാണ് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് നടത്തിയിട്ടാണ് നമുക്ക് 2 വോൾട്ടേജ് ഉണ്ടാക്കുന്നത്. അതിന് ഫെറ്റ് വെച്ചിട്ട് തന്നെയുള്ള ഡയോഡ് വെച്ചിട്ടുണ്ട്. അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് -27 വോൾട്ടും അതുപോലെ തന്നെ +27 വോൾട്ടും ഉണ്ടാക്കി ഒരു 12-0-12 എന്നൊക്കെ പറയുന്ന പോലെ 27-0-27 പവർ സപ്ലൈ നമുക്കിതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിൽ നോക്കുമ്പോൾ കാണുന്ന അടുത്ത സെക്ഷന് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു IC വെച്ചിട്ടുണ്ട്. ഈ IC വെച്ചിട്ടാണ് നമുക്കിവിടെ ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ടാണ് ഫെറ്റ് സ്വിച്ചിങ് ആക്കുന്നതും ഇതേപോലെ നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ 12 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടാണ് നമുക്കിത് സ്വിച്ചിങ് ചെയ്യുന്നത്. ഒരു 10 ആമ്പറെങ്കിലും കൊടുത്താലാണ് നമുക്കൊരു കറക്റ്റ് വർക്കിംഗ് കിട്ടുകയുള്ളൂ. നമ്മൾ കാറിലൊക്കെ ആകുമ്പോൾ ബാറ്ററി ആയതുകൊണ്ട് ഡയറക്റ്റ് നല്ല വർക്കിംഗ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ നോക്കുമ്പോൾ കാണാം പവർ സപ്ലൈയിൽ 12 വോൾട്ടും ഗ്രൗണ്ടും കൂടി നമ്മൾ ലെഡ് കോട്ട് ചെയ്തിട്ട് നമ്മൾ മോസ്ഫെറ്റിലേക്ക് കോയിൽ വഴി കൊടുത്തിട്ടുണ്ട്, ബലൂൺ ട്രാൻസ്ഫർ വഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് സ്വിച്ചിങ് സെക്ഷൻ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പവർ ആംപ്ലിഫയർ സെക്ഷനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ മോസ്ഫെറ്റിനെ വെച്ചിട്ട് ഒരു NPN ഒരു PNP മോഡൽ മോസ്ഫെറ്റാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ട് ഒരു 200 വാട്ട്സ് 150 വാട്ട്സ് വരെ നമുക്കിതിൽ പവർ കിട്ടുന്നതാണ്. അപ്പോൾ കറക്റ്റ് പവർ വോൾട്ടേജും കാര്യങ്ങളൊക്കെ 27 വോൾട്ടേജൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാക്സിമം പവർ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിതിവിടെ ബ്രിഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ AB ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. റെഡ് ബ്ലാക്ക് വയർ വന്നിട്ടുള്ളതാണ് നമുക്ക് സബ്വൂഫറിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ വരുന്നത്. അപ്പോൾ മോസ്ഫെറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ പവർ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമുക്കതിലേക്ക് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. അത് 3-4 സെക്ഷനായിട്ട് ഇവിടെ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമുക്കിവിടെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സെക്ഷനാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ AB ആംപ്ലിഫയർ ആയതുകൊണ്ട് PNP NPനും ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് നമുക്കിവിടെ ബൂസ്റ്റിംഗ് നടക്കുന്നത്. പിന്നെ നമുക്കിപ്പുറത്ത് കാണുന്നത് നമ്മുടെ സബിൻ്റെ ഫിൽറ്ററിങ് സെക്ഷനാണ്. അതായത് സബിൻ്റെ ഫിൽറ്ററിങ് സെക്ഷനും പിന്നെ നേരെ നമ്മൾ ആംപ്ലിഫയറിൻ്റെ കൺട്രോളിലേക്കാണ് നമ്മുടെ അതിൻ്റെ ഇൻപുട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് പോയിട്ടുള്ളത് നമുക്ക് നോക്കുമ്പോൾ കാണാം. ഇവിടെ നേരെ വോളിയം കൺട്രോളിൻ്റെ സെക്ഷനാണ് കാണുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ അതിൻ്റെ പ്രീ ഇൻപുട്ട് പോയിട്ടുള്ളത്. കൂടാതെ തന്നെ IC കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് വരുന്നത്. അതേപോലെ ഹെഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുള്ള IC ആണിത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ടാണ് നമ്മളൊരു റെസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡ്സ് നമുക്ക് വ്യത്യാസപ്പെടുത്തിയെടുക്കാൻ പറ്റും. ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലാണ്. ഇവിടെ പ്രിൻ്റ് ബ്രേക്കായി പോയിട്ടുണ്ട്. ഈ വോളിയം കൺട്രോൾ പാർസൽ ഡാമേജിൽ വന്നതായിരിക്കണം. അങ്ങനെ പ്രിൻ്റ് അവിടെ ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വോളിയം കൺട്രോളിങ് എർത്തിങ് ആവാത്തതുകൊണ്ട് ഫുൾ ഹമ്മിങ് സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോസ്ഫെറ്റ് വരുന്നത്. ഒരു NPN ഒരു PNP ടൈപ്പ് മോസ്ഫെറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്കിവിടെ AB ആംപ്ലിഫയർ ആയിട്ട് നമുക്കിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ AB ആംപ്ലിഫയർ ആയിട്ടുള്ള സർക്യൂട്ടിനൊക്കെ നല്ല ബാസ് കിട്ടുന്നതാണ്. എന്താ വെച്ചാൽ അതിൽ ഫുൾ ഫ്രീക്വൻസി നമുക്കതിൽ ബൂസ്റ്റ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് നല്ല ബാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പ്രീ സെക്ഷനാണ്. NPNും PNP ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമ്മുടെ പ്രീ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാം സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നേരെ ഇവിടെ ഒരു സോക്കറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് പവർ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് നമുക്ക് വേറെ സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സോക്കറ്റ് വെച്ചിട്ടുണ്ട്. ഹൈ ഔട്ട്പുട്ട് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നേരെ ഡയറക്റ്റ് ആംപ്ലിഫയറിൻ്റെ സബിലേക്ക് കൊടുക്കുന്ന സെയിം കണക്ഷൻ തന്നെയാണ് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതുവഴി നമുക്ക് വേണമെങ്കിൽ സബ് വൂഫറോ സ്പീക്കറോ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഫ്രീക്വൻസി സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊരു ആംപ്ലിഫയർ പോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ടിപ്പുറം കാണുന്നത് MP3 ഇൻപുട്ട് ഹൈ ഇൻപുട്ട് എന്നാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ സ്പീക്കർ നമ്മുടെ കാർ സ്റ്റീരിയോൻ്റെ ഔട്ട്പുട്ടിൽ സ്പീക്കറിൻ്റെ കണക്ഷൻ നമുക്ക് നേരെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഓഡിയോ റെസിസ്റ്ററൊക്കെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടാണ് നമുക്കിതിൽ ഇൻപുട്ടിലായിട്ടുള്ള ഓഡിയോ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ കൂടാതെ അവിടെ ഇൻപുട്ട് AV സോക്കറ്റ് നമുക്കിവിടെ കാണാം. പിന്നെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ഓഡിയോ ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഡിയോ ഇന്ന് കൊടുക്കുന്ന അതേ സെക്ഷൻ തന്നെ റെസിസ്റ്റർ വെച്ചിട്ട് നേരെ അങ്ങോട്ട് കപ്പിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓഡിയോ ഔട്ടും ഓഡിയോ ഇന്നും, അതായത് നമ്മൾ ഈ സോക്കറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിസ്റ്റർ വെച്ചിട്ട് പാരൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സെപ്പറേറ്റ് ഓഡിയോ ഔട്ടല്ല അതിൽ വരുന്നത്. നമുക്ക് വേറെ സബ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഓഡിയോ ഔട്ട് എടുത്തിട്ട് അതിലേക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഫ്യൂസാണ്. ഫ്യൂസ് 25 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പവർ സപ്ലൈ എന്തെങ്കിലും ഷോർട്ട് വന്നാൽ പോകാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ പ്ലസ് മൈനസ് മാറിപ്പോയാലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തൊട്ടിപ്പുറത്ത് നമുക്കാണ് ഗ്രൗണ്ട്, പിന്നെ +12 വോൾട്ട്. +12 വോൾട്ട് ഫ്യൂസ് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്നൊരു പവറായിട്ടുള്ള കണക്ഷനാണ് കൊടുക്കുക. പിന്നെ REM എന്നുള്ളത് പ്ലസ് കണക്ഷൻ തന്നെയാണ്. അത് നമ്മൾ കാർ സ്റ്റീരിയോ ഓണാക്കുമ്പോൾ കീ എന്നാണ് കൊടുക്കുക. നമ്മൾ താക്കോലിൻ്റെ കീ എന്ന് കൊടുത്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓണായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് വോളിയം കൺട്രോളാണ്. വോളിയം കൺട്രോൾ ഗെയിൻ കൺട്രോളാണിത്. അത് നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്രോസ് ഓവർ സ്വിച്ച്, അതായത് നമ്മൾ ബാസായിട്ട് മാത്രം കിട്ടണം, ബാസ് ഫിൽറ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫുൾ ഫ്രീക്വൻസി ആയിട്ടുള്ളത് കിട്ടണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ 40 ഹെർട്സ് 200 ഹെർട്സിൻ്റെ കൺട്രോളും ഉണ്ട്. അത് നമുക്ക് ബാസിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതേപോലെ നമുക്കിവിടെ കാണുന്നത് ഓഡിയോ ഹൈ ഔട്ട്പുട്ടും അത് ഓഡിയോ ഇൻപുട്ടും എല്ലാം കാണുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് സബ് വൂഫറിലേക്കുള്ള കണക്ഷൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ സബ് വൂഫർ വന്നിട്ട് 8 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ മാഗ്നറ്റ് ഒരു പവറൊക്കെ ഉള്ളതാണ്. ഏകദേശം ഒരു 150 വാട്ട്സ് 200 വാട്ട്സിൻ്റെ അടുത്ത് കിട്ടുന്ന സബ് വൂഫറാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എയർ ഹോളാണ്. എയർ ഹോൾ വന്നിട്ട് നമുക്കിവിടെ ഫൈബറിൻ്റെ കെർവ്ഡ് ആയിട്ടുള്ള എയർ ഹോളാണ് ഒരു സൈഡ്. അപ്പോൾ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഭാഗം പേപ്പർ പൈപ്പ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പേപ്പർ പൈപ്പ് വയ്ക്കുന്നതുകൊണ്ട് ബാസിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ഒരു ആ ഒരു എഫക്റ്റ് കൂടുതൽ കിട്ടും, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വയ്ക്കുന്നതിന് പകരം. അപ്പോൾ നമുക്ക് ബോർഡ് ഇവിടെ റെഡിയാണ്. നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ 7 കോർ എന്നുള്ള ലൗഡ് ബാസ് ട്യൂബ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഡൽഹി മെയ്ഡാണ് ഇത് വരുന്നത്. അപ്പോൾ ബൂഫറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, നല്ല സ്റ്റിച്ചഡായിട്ടുള്ള കെർവ്ഡ് ആയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ നല്ല ടെമ്പറായിട്ടുള്ള സൈഡ് കോണാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല പവർഫുൾ ബാസ് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ടൈപ്പ് ആയതുകൊണ്ട് ഒന്നും കൂടി ബാസും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 12 വോൾട്ടും REM എന്നുള്ള കണക്ഷൻ കൂടി നമ്മളിവിടെ ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലസ് കണക്ഷനാണത്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് കണക്ഷനായിട്ട് നെഗറ്റീവ് കണക്ഷനാണത്. അപ്പോൾ 12 വോൾട്ട് നമ്മൾ അതിലേക്ക് അങ്ങനെ കണക്ട് ചെയ്യുകയാണ്. പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഓഡിയോ മാത്രമാണ് കൊടുക്കുന്നത്. അതേപോലെ സാറ്റലൈറ്റ് സ്പീക്കറായിട്ട് നമ്മൾ ചാനൽ കൊടുക്കുന്നില്ല, വേറെ സബ് മാത്രം കൊടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ക്യാമറയുടെ പവറിൻ്റെ മൈക്കിന് പവറിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബാസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഫക്റ്റീവ് എങ്ങനെയുണ്ടെന്ന് അറിയുകയുള്ളൂ. അപ്പോൾ ഇയർഫോൺ വെച്ചിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബാസും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് കേൾക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയുള്ള സൗണ്ടാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ 8 ഇഞ്ചിൽ വരുന്ന ഈ വൂഫർ കാര്യങ്ങളൊക്കെ നമുക്ക് കാറിലൊക്കെ വെക്കാനൊക്കെ വളരെ സൗകര്യമാണ്. കൂടാതെ നമുക്കിത് ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 3500 4500 ആ റേഞ്ചിലൊക്കെ നമുക്കിത് ഇവിടെയും കിട്ടുന്നതാണ്. അപ്പോൾ ഓരോ മോഡലും കമ്പനിക്കൊക്കെ ഉള്ള വ്യത്യാസത്തിനനുസരിച്ച് റേറ്റിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി തരുന്നതാണ്.
അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം. എന്നാലാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.